ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്ത് കാര്യമാണ് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ഇനി നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്, അതാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ പേഴ്സണാലിറ്റി ഞാൻ ആദ്യമേ പറയാം. നിങ്ങളുടെ പേഴ്സന്റെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള എനർജി ഉള്ള ഒരു പേഴ്സണായിട്ട് കാണുന്നു. അതായത് അവർ പറയുന്ന കാര്യത്തിലും ചെയ്യുന്ന കാര്യത്തിലും ഒരു കൃത്രിമത്വം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്ത സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതായത് ആ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ റിയൽ ഫേസ് അല്ലായിരുന്നു, നിങ്ങളുടെ മുന്നിൽ ഒരു മാസ്ക് ഇട്ട് നടക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ. അതായത് ആ ഒരു വ്യക്തി റിയൽ അല്ലായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫ് ആയിരുന്നില്ല നിങ്ങളുടെ വ്യക്തിയുമായി. ഈ ഒരു വ്യക്തി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു എനർജി ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ആ ഒരു വ്യക്തിയുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. അതാണ് കാണാൻ സാധിക്കുന്നത്. അവർ ഇത്രയും നാൾ നിങ്ങളുടെ ലൈഫിൽ ഒരു മാസ്ക് ഇട്ടാണ് നിന്നിരുന്നത്. അവരുടെ റിയൽ ഫേസ് അല്ലായിരുന്നു നിങ്ങൾ കണ്ടിരുന്നത്. അതിനുള്ള കാരണം നമുക്ക് നോക്കാം. അതിനുള്ള കാരണമാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരു ഫേസ് അല്ലായിരുന്നു, 2 ഫേസ് ആയിരുന്നു. ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ വേറൊരു വ്യക്തിയുമായിട്ട് നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ വളരെ ചീറ്റിംഗ് എനർജി കാർഡാണ്. അതായത് ഒരു വിശ്വാസവഞ്ചനയുടെ കാർഡാണ് ഈ ഒരു കാർഡ്. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോടൊരു വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തി ഒരു മാസ്ക് അണിഞ്ഞായിരുന്നു നിന്നിരുന്നത്. നിങ്ങൾക്ക് തന്നെ ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിൽ എന്താണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചതേ കാണത്തില്ല. കാരണം ഈ ഒരു വ്യക്തിയുടെ മാനിപ്പുലേറ്റിംഗ് എനർജി അങ്ങനെയായിരുന്നു. വളരെ നിങ്ങളോട് ഒരുപാട് വഞ്ചന ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ വ്യക്തി. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് കാർഡും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ ആ ഒരു വ്യക്തി വേറൊരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തു. അതിന്റെ പേരിലായിരിക്കാം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കൊരിക്കലും ആ ഒരു വ്യക്തി അവൈലബിൾ ആയിരുന്നില്ല. ആ ഒരു വ്യക്തി മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്നേഹം കൊടുത്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ആ ഒരു വ്യക്തി തന്നിട്ടില്ല. അപ്പം നമ്മൾ നോക്കിയ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്. വേറൊരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ തന്നെയാണ് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്. ഇതിന്റെ പേരിൽ നിങ്ങളെ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. യെസ്, അത് തന്നെയാണ് നമുക്ക് വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് സ്നേഹവും കരുതലും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് ആ ഒരു പേഴ്സണെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതമോ ഒരു സ്നേഹമോ ഒന്നും ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല.
ആ ഒരു വ്യക്തിയുടെ സ്നേഹവും കരുതലും എല്ലാം മറ്റൊരു വ്യക്തിക്ക് പോയതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചു. നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് യാചകനെ പോലെ കൂടെ നിന്നു. അതുതന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് നൽകാനോ നിങ്ങളെ സ്നേഹിക്കാനോ ഒന്നും ആ ഒരു വ്യക്തി ഒരുക്കമല്ലായിരുന്നു ആ ഒരു സമയത്ത്. നിങ്ങൾ സത്യം പറഞ്ഞാൽ വളരെ ഐസൊലേറ്റഡ് ആയിട്ടായിരിക്കാം ആ ഒരു സമയം കഴിഞ്ഞിരുന്നത്. അതായത് നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആരുമില്ലായിരുന്നു. നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ വേദനയും, അതായത് നിങ്ങൾക്ക് ഉള്ളിൽ നിങ്ങളുടെ വേദന ഒതുക്കി ജീവിക്കുന്ന ഒരു രീതിയിലോട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട്. നിങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ കുറച്ചെങ്കിലും നിങ്ങളെ ഇമോഷണലി എങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, എന്നെ കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. കാരണം നിങ്ങൾ ആഗ്രഹിച്ചായിരിക്കാം നിങ്ങൾ ഈ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പക്ഷെ ഇവിടെ ആ ഒരു പേഴ്സന്റെ കൂടെയുള്ള ജീവിതത്തിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങളെന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനോ അല്ലെങ്കിൽ വേറൊരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ ഒരു സ്ഥാനത്ത് ചിന്തിക്കാനോ ഒന്നും കഴിയുന്നുണ്ടാവില്ല. പക്ഷെ ആ ഒരു വ്യക്തിയുടെ സ്വഭാവം അനുസരിച്ച് ആ ഒരു വ്യക്തി കുറച്ച് മാനിപ്പുലേറ്റീവ് എനർജി ഉള്ള ഒരു പേഴ്സൺ ആണ്. തൻ്റെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും വേണ്ടിയിട്ട് മറ്റൊരാളെ മാനിപ്പുലേറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ആ ഒരു പേഴ്സന്റെ. ഇവിടെ നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വിശ്വാസവഞ്ചന. അത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വേറൊരു വ്യക്തിയുടെ സാന്നിധ്യം വളരെയധികം കാണുന്നുണ്ട്. ഇവിടെ ദി ഹൈ പ്രീസ്റ്റസ് വന്നതുകൊണ്ട് തന്നെ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് മറച്ചു വെച്ച ആ ഒരു കാര്യമെന്ന് പറയുന്നത് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. അതൊരു കൺഫർമേഷൻ ആണ് നമുക്ക് ഈ ഒരു കാർഡ് വന്നത്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു വിരസതയായിരുന്നായിരിക്കാം ഉള്ളത്, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയായിരിക്കാം ഉള്ളത്. കാരണം ഈ ഒരു തേർഡ് പാർട്ടി അവരെ അത്രയധികം സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഞാൻ പറയാം. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു മാനിപ്പുലേറ്റീവ് എനർജി ഉള്ള ഒരു പേഴ്സൺ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ പുതുമ നിലനിർത്തുന്ന ഒരു വ്യക്തിയാണ്. അതായത് പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ വരുമരാഴികളെ പറ്റി ഒന്ന് ചിന്തിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു പേഴ്സണാണ്. അവിടെ ചെല്ലുമ്പോഴായിരിക്കും കുഴിയിൽ വീണല്ലോ എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാവുന്നത്. അങ്ങനെ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അവർ അവരുടെ ലൈഫിൽ ലേൺ ചെയ്യുകയുള്ളൂ. അതായത് ഇപ്പോൾ ആ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം. അവിടെ ചെന്നപ്പോഴായിരിക്കാം നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലായത്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ പോയത് കൊണ്ടല്ലേ, ആ ഒരു പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടല്ലേ ഈ ഒരു കാര്യം ആ ഒരു വ്യക്തിക്ക് അത്രയും പെയിൻഫുൾ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ പേഴ്സന്റെ. അപ്പം ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോഴത്തെ ആ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ച ഒരു സാഹചര്യം നോക്കുമ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്. അത് കാരണം നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വ്യക്തിക്ക് ഒരു വിരസതയായിരുന്നു, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു അവസ്ഥ. നിങ്ങൾ സ്നേഹം വെച്ച് നീട്ടുന്നുണ്ട്, പക്ഷെ അതൊന്നും ആ ഒരു വ്യക്തിക്ക് വേണ്ട. കാരണം അപ്പുറത്ത് വേറൊരാൾ സ്നേഹം കൊടുക്കാനുണ്ട് ഈ ഒരു വ്യക്തിക്ക്. അല്ലെ ആ ഒരു വ്യക്തിയിലേക്കായിരിക്കാം ആ ഒരു വ്യക്തി കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ഏതായാലും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെ ജീവിതത്തിൽ എപ്പോഴും പുതുമ വേണം. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ആദ്യമേ ഉണ്ടായിരുന്ന ഒരു പുതുമ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക് ഈ ഒരു പേഴ്സൺ അട്രാക്റ്റഡ് ആയത്. നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള വ്യക്തിയായിട്ടായിരുന്നു കാണുന്നത്. ചിലപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം ആ ഒരു വ്യക്തി നിങ്ങളെപ്പറ്റി ചിന്തിക്കാതെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനുണ്ടായ കാരണം.
ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വളരെയധികം അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വ്യക്തികളായിട്ട് കാണുന്നു. ചിലപ്പം ഈ ഒരു വ്യക്തിക്ക് എല്ലാ സിറ്റുവേഷനിലും സപ്പോർട്ടായിട്ട് കൂടെ നിന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി. ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാം ഈ ഒരു തേർഡ് പാർട്ടിയോട് അവർ ഷെയർ ചെയ്തതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ലൈഫിലെയും പ്രോബ്ലംസ് എല്ലാം ഈ ഒരു വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്തതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു തേർഡ് പാർട്ടിയോട് ഒരുപാട് നാളത്തെ പരിചയം ഈ ഒരു പേഴ്സണ് കാണുമായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇടപാടായിരിക്കും ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട്. പക്ഷെ ഇപ്പോഴത്തെ അവരുടെ എനർജി നോക്കുമ്പോൾ വളരെയധികം സാഡാണ് നിങ്ങളുടെ വ്യക്തി. വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളെപ്പറ്റി ഉള്ള ഒരു നഷ്ടബോധമാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ നോക്കിയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് എന്താണ് ഈ ഒരു പേഴ്സൺ മറച്ചു വെച്ചത്. ഈ ഒരു പേഴ്സന്റെ മാനിപ്പുലേറ്റീവ് എനർജി കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ട്, വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങളെ കൂടാതെ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്തണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നു. ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഈ ഒരു പേഴ്സൺ ഓർത്തെടുക്കുകയാണ്. അതുപോലെ തന്നെ കുറ്റബോധവും നിരാശയുമാണുള്ളത്. ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർത്തുള്ള കുറ്റബോധവും നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിലുള്ള നിരാശയുമാണ് നിങ്ങളുടെ പേഴ്സൺ. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. വേറെയുള്ള ഫിനാൻഷ്യൽ ഇടപാടോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു വ്യക്തിയാണ്. ദി ഹൈ പ്രീസ്റ്റസ് കിട്ടിയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഞാനിതുപോലെ തേർഡ് പാർട്ടിയുടെ ഒരു റീഡിങ് ഇട്ടപ്പോൾ ഒരാൾ ചോദിച്ചായിരുന്നു, തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അല്ലെ ആ വ്യക്തിയുടെ എന്തെങ്കിലും സിറ്റുവേഷൻ ആയിക്കൂടെയെന്ന്. ചിലപ്പോൾ നമുക്ക് തേർഡ് പാർട്ടിയായിട്ട് വരുന്ന വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പം നമുക്ക് റീഡിങ് വായിച്ച് വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു വ്യക്തി തന്നെയായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തടസ്സമുണ്ടാക്കിയത്. അല്ലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോകാനായിട്ടുള്ള കാരണം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയായിരുന്നു. അതാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചാണ് ആ വ്യക്തി ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ഈ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് നൽകുന്നതിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രയ്ക്ക് നിങ്ങളെ ഒരു മിസ് ചെയ്യുന്ന എനർജിയാണ്. നിങ്ങളെ പറ്റിയിട്ടുള്ള ഇനിയുള്ള ജീവിതമാണ് ഈ ഒരു വ്യക്തി സ്വപ്നം കാണുന്നത്. നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് നൽകണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് കുറച്ച് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സമയം. അതുപോലെ തന്നെ നിങ്ങൾ എന്നുള്ള വ്യക്തിയുടെ ഒരു നഷ്ടബോധവും ഈ ഒരു വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തിക്ക് എത്രയധികം മിസ് ഫീൽ തോന്നുന്നത്. ആ വ്യക്തിക്ക് ഒരു ഫിനാൻഷ്യൽ ലോസ് വന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. അതായിരിക്കാം ഈ ഒരു വ്യക്തി ഇപ്പോഴത്തെ ആ ഒരു വ്യക്തി സ്ട്രഗിൾ ചെയ്യാനുണ്ടാവുന്ന കാരണം. ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരു ജോബ് ഇല്ലാത്ത അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കാം. നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടെ നോക്കാം. ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഇതിനോടകം തന്നെ അവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു.
ഈ ഒരു സമയം ആ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളുമായിട്ടുള്ള ലൈഫിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വിട്ടുവീഴ്ചയും സാക്രിഫൈസും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു പുതിയ ലൈഫ് തുടങ്ങാനും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു ഈ ഒരു സമയം. ഇപ്പോൾ ആ ഒരു വ്യക്തി ഹീലിംഗ് എനർജിയിലാണുള്ളത്. അതായത് ആ വ്യക്തി അവളുടെ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളെ ഹീൽ ചെയ്യുകയാണ്. അതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് നൽകാനാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കാം വേറൊരു വ്യക്തിയുടെ കൂടെ പോയിട്ട് ഇനി എനിക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് നൽകിയിട്ട് എന്തിനാ കാര്യമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ അവരുടെ ഫീലിങ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് അവർ യൂണിവേഴ്സൽ സറണ്ടർ ചെയ്തു കഴിഞ്ഞു. കാരണം എല്ലാ തെറ്റുകളും അവർ മനസ്സിലാക്കി ഇതിനോടകം തന്നെ. എന്ത് മിസ്റ്റേക്കായിരുന്നു നിങ്ങളോട് ചെയ്തത് എന്നീ ഒരു വ്യക്തി മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ സോൾ ഹീലാവുകയാണ്. ഓൾറെഡി കുറ്റം യൂണിവേഴ്സൽ സറണ്ടർ ചെയ്തു. അപ്പം അവരുടെ സോൾ ഹീലാക്കുകയാണ്. നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് നൽകാനും നിങ്ങളുടെ ലൈഫ് സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാനുമാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ ഒരു റീഡിംഗ് റെസൊനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക. ഇവിടെ വന്നിരിക്കുന്ന പ്രൂഫും കൂടി നോക്കാം. സോൾമേറ്റ് കണക്ഷൻ 1979, യെസ് പോസിബിൾ 1983, രേവതി നക്ഷത്രം 2002, റെഡ് കളർ, അബ്രോഡ് നമ്പർ 44, 1971, നമ്പർ 19, പുണർദം നക്ഷത്രം, കന്നി മന്ത്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ, തേഴ്സ്ഡേ 1992, 2000, യെല്ലോ കളർ, ലെറ്റർ യു 48, 1999, ധനു മന്ത്, വിത്തിൻ 24 hours 64, ഗാർഡനിങ്, മൂലം നക്ഷത്രം, കണ്ണൂര്, ലോങ് ഹെയർ 49, 1977, 1990, ചതയം നക്ഷത്രം 1996, 53, സാറ്റർഡേ, ഷാർജ നമ്പർ 12, ട്യൂസ്ഡേ, മ്യൂസിക്, വയനാട്, ഫ്രൈഡേ 2001, 2 weeks, നമ്പർ 3, നമ്പർ 46, ബ്ലൂ കളർ, നമ്പർ 5, നമ്പർ 4, കർക്കിടകം, ലെറ്റർ വി, മുംബൈ, റെയിൻബോ, മജന്ത കളർ, ലെറ്റർ ഡി, പാലക്കാട്, കൊല്ലം, നമ്പർ 21, നമ്പർ 9, 29, കൊല്ലം, കാർത്തിക നക്ഷത്രം, മകരം മന്ത്, വൃശ്ചികം മന്ത്, 1984, 28, ലെറ്റർ കെ, ബട്ടർഫ്ലൈസ്, യു ക്യാൻ ട്രസ്റ്റ്, ലെറ്റർ ജി, എഫ്, ലെറ്റർ ഐ, ചോതി നക്ഷത്രം, നമ്പർ 20, 42, നമ്പർ 41, മൺഡേ. എന്തായാലും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങളിൽ നിന്ന് ആ ഒരു വ്യക്തി മറച്ചു വെച്ചത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ. ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ സ്വഭാവമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഞാനതല്ല നോക്കിയ റീഡിങ്. എന്തായിരുന്നു നിങ്ങളിൽ നിന്ന് അവർ മറച്ചു വെച്ചത്? ഈ ഒരു തേർഡ് പാർട്ടി തന്നെയാണ്, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളിൽ നിന്ന് അവർ മറച്ചു വെച്ചത്. ഏതായാലും ഇന്നൊരു റീഡിങ് ചെയ്യാനായിട്ടിരുന്നതല്ല, എനിക്ക് സുഖമില്ലായിരുന്നു. പക്ഷേ
നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണല്ലോ എന്ന് കരുതിയിട്ടാണ് ഇന്നൊരു റീഡിങ് ചെയ്യാമെന്ന് വെച്ചത്. അപ്പം റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.